പല രാജ്യങ്ങളും തമ്മിൽ യുദ്ധങ്ങൾ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. എന്നാൽ ഒരു രാജ്യത്ത് രണ്ട് കൂട്ടർ ഒരുപാട് വർഷങ്ങളായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങളായിട്ട് ബി എം ഡബ്ല്യുവും മേഴ്സഡീസ് ബെൻസും യുദ്ധത്തിലാണ്. അവരുടെ എല്ലാ മോഡലും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായത് അതൊരു ഫ്രണ്ട്ലി വാറായിട്ടാണ്. എന്തായാലും ആ യുദ്ധത്തിൽ ഏറ്റവും പ്രോമിനൻ്റ് യുദ്ധം അവരുടെ രണ്ടുപേരുടെ ഫ്ലാഗ്ഷിപ്പുകൾ തമ്മിലുള്ള യുദ്ധം. ബി എം ഡബ്ല്യു 7 സീരീസും മെഴ്സിഡീസ് ബെൻസിൻ്റെ എസ് ക്ലാസും തമ്മിലുള്ള യുദ്ധം എന്നും ഓട്ടം പ്രേമികൾക്ക് ഒരു സന്തോഷം തോന്നുന്ന യുദ്ധമാണ്. കാരണം എന്താ വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജിയും ഫീച്ചേഴ്സും കംഫർട്ടും ലക്ഷറി എല്ലാം ഈ രണ്ട് വിഭാഗത്തിലൂടെ കൊണ്ടുവരാറ്. അവർ തമ്മിൽ യുദ്ധം ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ വിഭാഗം വളർന്ന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തി. സോ ഈ പ്രീമിയം ലക്ഷറി സിഡാൻ ഒരു കോമ്പറ്റീറ്ററായി നിൽക്കുമ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. ആ ചോദ്യത്തിന് പിക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ വെച്ച് നമ്മളൊരു കമ്പാരിസൺ ചെയ്യാം. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. ബി എം ഡബ്ല്യുയുടെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഡിസൈനാണ് പുതിയ 7 സീരീസിൽ വന്നിട്ടുള്ളത്. ഇതുവരെ നമ്മൾ ബി എം ഡബ്ല്യു വണ്ടികളിൽ കാണാത്ത തരത്തിലുള്ള ഒരു ഷേപ്പും പ്രൊപ്പോർഷനും ഡിസൈനുമാണ് ബി എം ഡബ്ല്യു 7 സീരീസിന് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറഞ്ഞാൽ പ്രസൻസാണ്. എസ് ക്ലാസിന് വലുപ്പം കൂടിയുണ്ട്, ഹൈറ്റും വീതിയും എല്ലാം കൂടിയതുകൊണ്ട് തന്നെ അത് ഫസ്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇത് വരുമ്പോൾ തന്നെയാണ് ആ ഫ്രണ്ടിൻ്റെ പ്രസൻസ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ചിലപ്പോൾ മനസ്സിലാവുണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രസൻസ് വൈസ് 7 സീരീസ് ഭയങ്കരമായിട്ട് കൂടിയുണ്ട്. എന്നാൽ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു കോൺട്രവേഴ്ഷ്യൽ ഡിസൈൻ തന്നെ പറയാം. ഇത് ലവ് ഇറ്റ് ഓർ ഹേറ്റ് ഇറ്റ്, അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് പിന്നീട് ഗ്രോ ചെയ്യുന്ന തരത്തിലുള്ള ഡിസൈനിൽ ആദ്യം കാണുമ്പോൾ ഫോട്ടോയിൽ കണ്ടപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഡബ്ല്യു കോട്ടയ്ക്ക് പോയപ്പോഴാണ് ഫസ്റ്റ് 7 സീരീസ് കണ്ട്. അന്ന് നേരിട്ട് കണ്ടപ്പോൾ ഇത് കൊള്ളാലോ എന്ന അഭിപ്രായമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതല്ല, അടിപൊളി എന്ന് തോന്നുന്ന രീതിയിലാണ് ഡിസൈൻ ഉള്ളത്. കോണ്ടംപററി ആയതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യാൻ സമയമെടുക്കും. ഒന്നാമത് പ്രൊപ്പോർഷൻ തന്നെ പഴയ 7 സീരീസിൻ്റെ പ്രൊപ്പോർഷനേ അല്ല. പഴയ 7 സീരീസിൽ ലോങ് ഹുഡും ലേറ്റ് ബാക്ക് ക്യാബിനും ഷോർട്ട് ബൂട്ടായിരുന്നു. എന്നാൽ ഇതിന് കുറച്ചുകൂടിയും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. കുറേ കൂടി ഹൈറ്റ് കൂടിയുള്ള ഒരു എന്താ പറയുക, നമ്മൾ പഴയ കാലത്തുള്ള സിഡാൻസിൻ്റെ ഒരു ഷോമിലേക്കാണ് ഇതിപ്പോൾ വരുന്നതായി തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീൽ പ്രൊപ്പോർഷൻ ചിലപ്പോൾ ഓക്വേർഡായി തോന്നും. ഇതിൽ വന്നിരിക്കുന്ന 20 ഇഞ്ച് വീലാണെങ്കിലും കാണുമ്പോൾ ചെറിയ വീലായി തോന്നും. അത് എസ് ക്ലാസിലേക്ക് പോകുന്ന മുമ്പ് ഒരു കാര്യം പറയാം, ഇവിടെ ബി എം ഡബ്ല്യു ഒരു കോംപ്രമൈസ് ചെയ്യാതാണ് 7 സീരീസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫുള്ളി ലോഡഡ് ഏറ്റവും പ്രീമിയം സ്പെക്കും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ക്രിസ്റ്റൽ ആയിട്ടുള്ള എലമെൻസും കാര്യമെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലും ഒരു കോംപ്രമൈസ് ഇല്ല. എസ് ക്ലാസ്സിൽ ഇന്ത്യൻ വേർഷനിൽ വന്നിരിക്കുന്ന കുറച്ച് സട്ടിലായിട്ടുള്ള കാറാണ്. അത് നോക്കാം. എസ് ക്ലാസ്സിലാണെങ്കിൽ ഇതൊരു കുറേ കൂടെ എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. കൺവെൻഷൻ ആയിട്ടുള്ള നമുക്ക് പരിചിതമായിട്ടുള്ള ഡിസൈൻ ഫോർമാറ്റാണ് മെഴ്സിഡീസ് കൊടുത്തിട്ടുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി വൈഡർ ഓഡിയൻസിലേക്ക് എത്തുന്ന ഒരു കാർ ആയതുകൊണ്ട് പരിചിതമായിട്ടുള്ള ഗ്രില്ല് അതുപോലെ തന്നെ ബോഡി ഷേപ്പും എല്ലാം കൊടുത്ത് ലെസ് റിസ്കി ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഹൈലൈറ്റ് നിൽക്കുന്ന പറഞ്ഞാൽ ഇതിൽ വന്നിരിക്കുന്ന 3 ഡോട്ട് ഹെഡ്ലൈറ്റിൽ വന്ന അതൊരു എസ് ക്ലാസ് എലമെൻറ്റാണ്. വലിയ ഗ്രില്ല്, അത് തന്നെ എലഗൻ ഗ്രില്ലാണ് എസ് ക്ലാസ്സിലുള്ളത്, അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പം അത്യാവശ്യം വലിയൊരു വീല് കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു ഇഞ്ച് കുറഞ്ഞിരിക്കാം 7 സീരീസിന്, പക്ഷേ ഈ ഒരു ഷേപ്പിന് അത് മാച്ചായി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഏറ്റവും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു സിലൗട്ടും അതുപോലെ തന്നെ പ്രൊപ്പോർഷനാണ് എസ് ക്ലാസ്സിലുള്ളത്. അതെല്ലാം മെയിൻറ്റെയിൻഡ് ആണ്. റിയറിലേക്ക് വരുമ്പോഴും ക്ലാസിക് ആയിട്ടുള്ള ഇരിക്കുന്ന ഒരു ഡിസൈൻ എലമെൻറ്റാണ് ആക്ച്വലി എസ് ക്ലാസ്സിലുള്ളത്. ഇപ്പോൾ കൂടുതലും കൺവെൻഷണൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇപ്പം നോക്കുകയാണെങ്കിൽ റോഡ് പ്രിൻസസ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു 7 സീരീസിന് ഒന്നാമത് സൈസ് ഉണ്ട്, വലിയ ഗ്രില്ലുണ്ട്, ആ ഒരു ലൈറ്റ് എലമെൻ്റെല്ലാം കൂടി ചേരുമ്പോൾ കുറച്ചുകൂടി റോഡ് പ്രസൻസ് പുതിയ 7 സീരീസിലുണ്ട്. എസ് ക്ലാസ് റോഡ് പ്രസൻസ് കൂടുതൽ വരുന്ന മാബാക്ക് എഡിഷൻ. അടുത്ത ചോദ്യം ബൂട്ട് സ്പേസിനെ കുറിച്ചാണ്, എത്ര പ്രാക്ടിക്കലാണെന്നുള്ളതാണ്. 7 സീരീസിൽ വരുന്നത് 540 ലിറ്ററാണ്. പക്ഷേ ഒരു കുഴപ്പമുള്ള എന്താ വെച്ചാൽ ഇവിടെ സ്പെയർ വീൽ വന്നിട്ടുണ്ട്, സ്പേസ് സേവർ സ്പെയർ വീൽ. അതുകൊണ്ട് തന്നെ അടിയിലൊക്കെ സ്പേസ് ഒന്നുമില്ല. ഒരു ഉപകാരം എന്താ വെച്ചാൽ ആ സ്പെയർ വീല് സിൽ ഹൈറ്റ് വരെ വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു വലിയൊരു സൂട്ട് കേസും കാര്യങ്ങളും വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇതിപ്പം ഇവരുടെ ബോക്സാണ്, അത് നമുക്ക് ഒതുക്കി വെക്കാനുള്ള സ്പേസ് ഇത് അവിടെ തന്നെ കബി സ്പേസെല്ലാം ഉണ്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു നീറ്റായിട്ടുള്ള സ്പേസ് കിട്ടും. പക്ഷേ 540 മൊത്തം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി എസ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് അഗെയിൻ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ബൂട്ടാണ്. തുറന്നു കഴിഞ്ഞാൽ കുറച്ച് ഡീപ്പായിട്ടുള്ള ബൂട്ടാണ്. 550 ലിറ്റർ വരുന്നത്. അപ്പോൾ അതെല്ലാം കുറച്ച് കൂടുതലുണ്ട്. അതിൻ്റെ ഒരു ഷേപ്പും നമുക്ക് പെട്ടെന്ന് തന്നെ സാധനം എടുത്ത് വെക്കാനുള്ള പറ്റും. സിൽ ഹൈറ്റ് കുറവാണ്. ഈ പെട്ടെന്ന് തന്നെ സാധനം ഇറക്കണമെങ്കിലും സുഖമാണ്, വലിയ പൊക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പുറമെ താഴെ നമുക്ക് സ്പേസ് സേവർ വീലും ചെറിയൊരു സ്പേസും കൂടി വരുന്നുണ്ട്. അപ്പം 550 ലിറ്റർ വരുന്ന ഈ ബൂട്ട് സ്പേസ് ആണ് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ്. ഞാൻ അമർത്തി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ക്ലോസ് ആവേണ്ടതാണ്. ക്ലോസ് 7 സീരീസ് എല്ലാം കമ്പാരിറ്റീവ്ലി പുതിയ കാർ, അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം റിയർ സീറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള 7 സീരീസിലാണ്. അതിൽ 2 വലിയ സ്ക്രീൻ ഉണ്ട്. ഇവിടെ നിന്ന് ഫോൾഡ് ഡൗൺ ചെയ്ത് വരുന്ന 33.1 ഇഞ്ചിൻ്റെ
വലിയൊരു സ്ക്രീൻ, അതിൽ നമുക്ക് മൂവി എല്ലാം കാണാം. HDMI പോർട്ട് ഇട്ട് നല്ല വിഷ്വൽ ക്വാളിറ്റി ഉള്ള OLED സ്ക്രീനാണ്. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ 5.5 ഇഞ്ചിൻ്റെ ഫുൾ കൺട്രോൾ ചെയ്യുന്ന ടാബ് ഇവിടെ ഉണ്ട്. ഇത് തന്നെയാണ് ബാക്കിലെ ബ്ലൈൻഡ്സും സീറ്റ് കൺട്രോളും ഈ ഫയർ TVയുടെയും എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ അതിൽ BMW സയൻസിൽ വന്നിട്ടുള്ള ഓട്ടോമേറ്റഡ് ഡോർ ഫീച്ചേഴ്സ് ആണ്. തൊട്ട് ബട്ടണിൽ തുറക്കാനും അടയ്ക്കാനും പറ്റും. ഫ്രണ്ടിൽ ഐ ഡ്രൈവിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ടിലും ബട്ടൺസ് ഉണ്ട്. ഇതിനെല്ലാം പുറമെ കീലും നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഈ സ്ക്രീൻ കുറച്ച് അടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറേ നേരം നോക്കുമ്പം കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും. പിന്നെ ഒരു സ്ക്രീൻ ആയതുകൊണ്ട് രണ്ട് പേരും ഫോഴ്സ് ടു സീ വൺ വിഷ്വൽ. അപ്പോൾ അതുകൊണ്ട് രണ്ട് ചോയ്സ് ഉണ്ടാവില്ല. ഇനി അങ്ങനെ വേണമെങ്കിൽ ചോയ്സിന് എക്സ്ട്രാ സ്ക്രീന് വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. USB-C ചാർജറുണ്ട്. അതെല്ലാം തന്നെ ആക്സസറീസിൽ വരുന്നത്. പൊതുവെ പുതിയ 7 സീരീസ് ടോൾ വെഹിക്കിളാണ്. സീറ്റുകളും ഇരിക്കുന്ന കുറച്ചുകൂടി ഹയറാണ്. എന്നാൽ ഫ്രണ്ടിലെ സീറ്റിനേക്കാളും ബാക്കിലെ സീറ്റ് പൊങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ കുറച്ച് താഴ്ന്ന പോലെ തോന്നുന്നു. അതിന് മെയിൻ കാരണം ഈ ഫ്രണ്ടിലെ സീറ്റ് ഒറ്റ ബ്ലോക്ക് വലിയ സീറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂ കുറച്ച് കട്ടാവുന്നതുകൊണ്ട് നമുക്ക് തോന്നും കുറച്ചുകൂടി ലോവറായിട്ടിരിക്കുന്നത്. പക്ഷേ ഇരിക്കുന്ന ഹൈറ്റിലാണ്. അത്യാവശ്യം തായ് സപ്പോർട്ടുണ്ട്, നല്ല ഷോൾഡർ റൂമുണ്ട്, നല്ല ഹെഡ് റൂമുണ്ട്, ഇത്രയും ലെഗ് സ്പേസ് വരുന്നുണ്ട്. ഇത് ഇനി കൂട്ടണമെങ്കിൽ ഇവിടെ ഷോഫർ പാക്കേജ് പോലുള്ള ബട്ടൺ ഉണ്ട്. ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഫ്രണ്ടിലെ സീറ്റ് മാക്സിമം മുന്നോട്ട് പോയി ഇത് നല്ല റിക്ലൈനർ പൊസിഷനിലേക്ക് എത്തും. പക്ഷേ എസ് ക്ലാസ്സിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാഫ് സപ്പോർട്ട് നമ്മൾ മാനുവലി തന്നെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതിൻ്റെ പാർട്ടായിട്ട് നിൽക്കുന്നില്ല. എസ് ക്ലാസ്സിൽ കുറച്ചുകൂടെ ആക്ടിവിറ്റി ആ ബിസിനസ് ക്ലാസ് സീറ്റ് പോലെയാണ്. ഇത് കുറേ കൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള വലിയ റിക്ലൈനിങ് ചെയ്യുന്ന സോഫ പോലുള്ള ഫീലാണ് എനിക്ക് ലഭിക്കുന്നത്. 3 പേർക്ക് ഇരിക്കാം. അത്യാവശ്യം ഈ ഒരു സീറ്റ് പോലെ ഒരു കുട്ടിക്ക് കൂടെ ഇരിക്കാൻ പറ്റും. പക്ഷേ ട്രാൻസ്പെറൻറ്റ് ആറിൽ വലുതാണ്. അതുകൊണ്ട് 2 പേർക്ക് ഇരിക്കുന്നതാണ് ഉത്തമം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഹെഡ് റെസ്റ്റുമാണ്. അതിന് ഒപ്പം ഒരു കുഷൻ വരുന്നുണ്ട്, ഒരു പില്ലോ. ആ പില്ലോ ഒരു ഹാർഡ് ടൈപ്പ് പില്ലോ ആണ്. പൊതുവേ സീറ്റ് എസ് ക്ലാസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഹാർഡർ സീറ്റാണ്. അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോഫ്റ്റ് സീറ്റിനേക്കാളും കുറച്ച് ഹാർഡ് സീറ്റ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആളുകൾക്കെല്ലാം തന്നെ 7 സീറ്റിൻ്റെ സീറ്റായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടാവുക. റിയർ സീറ്റ് കംഫർട്ട് വളരെ കുറച്ച് കാറുകൾ റിയർ സീറ്റ് കോൺസെൻട്രേറ്റ് ഡെവലപ്പറിൽ അതിൽ എസ് ക്ലാസ് ആണ് വൺ ഓഫ് ദം. അതുകൊണ്ട് തന്നെ റിയർ സീറ്റ് എപ്പോഴും ഒരു പ്രോമിനൻറ്റ് പ്ലേസ് ആണ് എസ് ക്ലാസ്സിൽ. കുറച്ച് ഹയർ സീറ്റിംഗ് ആണ്, എന്നാലും കമ്പാരിറ്റീവ്ലി ലോവറാണ്. പിന്നെ ഈ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇപ്പോൾ ഇരിക്കുന്ന നോർമൽ പൊസിഷനിൽ ഇത്രയും നമുക്ക് നീ റൂമും ലെഗ് റൂമും തൈ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഹെഡ് റൂം ഒരുപാടുണ്ട്, ഷോൾഡർ റൂമുണ്ട്. 3 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെൻറ്റർ ആം റെസ്റ്റ് പൊക്കി വെച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 2 പേർക്കാണ്. പിന്നെ അവിടെ ബട്ടൺ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഷോഫർ പാക്കേജിലേക്ക് പോകും. നമുക്കൊരു ബിസിനസ് ക്ലാസ് ഫീൽ കിട്ടും. അതിനനുസരിച്ച് സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്ക്രീനിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ്സും അതുപോലെ തന്നെ മറ്റുള്ള കൺട്രോൾസും എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ മറ്റൊരു ടാബ്ലറ്റും ഇവിടെ ഉണ്ട്. ഇതിൽ നമുക്ക് അത് കൺട്രോൾ ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ USB-C ചാർജസും HDMI പോർട്ടും ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. റിയർ AC ഉണ്ട്, അതും 2 ക്ലൈമറ്റ് സോണ് സെറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ പറഞ്ഞാൽ ഈ തലയാണയാണ്. തലയാണ ശരിക്കും ഡക്ക് ഫെദർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ 7 സീറ്റിനേക്കാളും കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഒരു തലയാണ് അതിലുള്ള മെയിൻ എലമെൻ്റ്. അതാണ്. റിയർ സീറ്റ് പാസഞ്ചർക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഫീച്ചേഴ്സ് വൈസ് 7 സീരീസിൽ ഒരുപാട് ഫീച്ചേഴ്സും സ്ക്രീനെല്ലാം ഉണ്ടെങ്കിലും ട്രാവലിംഗ് കംഫർട്ട് എനിക്ക് കൂടുതൽ ബെറ്ററായി തോന്നിയിട്ടുള്ള എസ് ക്ലാസ്സിലാണ്. 7 സീരീസിലെ പോലെ വലിയൊരു സ്ക്രീനല്ല ഇതിലുള്ള. ഇതിൽ 2 സെപ്പറേറ്റ് സ്ക്രീനാണ്. നമ്മൾ അറ്റൻഷൻ ഫുൾ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുന്ന നമ്മൾ ഐ വ്യൂവിൽ നിൽക്കുന്ന സ്ക്രീനാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് വല്ലാണ്ട് പൊങ്ങിയിട്ടോ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ കോൺസെൻട്രേഷനിലേക്ക് നോക്കാം. മറ്റുള്ള പാസഞ്ചർക്ക് വേറെ എന്തെങ്കിലും കാണാൻ പറ്റും. ആ വലിയ സ്ക്രീൻ വലിയൊരു ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിക്കൽ ഫീലെല്ലാം തോന്നുന്നുണ്ടെങ്കിലും അടുത്ത് കാണുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. BMW 7 സീരീസിൽ BMW പുതിയ ഒരു ഡിസൈൻ ഫോമാറ്റ് ആണുള്ളത് കാണാം. അത് IXൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നതും ഈ 2 കർവായിട്ട് നിൽക്കുന്ന ഹൊറിസോണ്ടൽ സ്ക്രീൻ അത് ആണ് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. എന്നാൽ 7 സീരീസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലക്ഷറി ഫീച്ചേഴ്സ് നമുക്ക് കാണാം. കുറേ ലെതർ റാപ്ഡ് ആണ്. ഇവിടെ വന്നിരിക്കുന്നത് നല്ല ലാക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ആയിട്ടുള്ള ഒരു സ്മോക്ഡ് വുഡ് ഫീലുള്ള. താഴെ ക്രിസ്റ്റൽ ലൈക്ക് ഗ്ലാസ് എലമെൻ്റ് ഉണ്ട്. എയർ വെൻറ്റ് ശരിക്കും കൺസീൽഡ് ആണ്. കൺട്രോൾ ചെയ്യാൻ ഇവിടെ എലമെൻറ്റ്സ് ഉണ്ട്. സ്റ്റിയറിംഗ് വീൽ ടിപ്പിക്കൽ BMW സ്റ്റിയറിംഗ് വീലാണ്. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലുള്ള ഓട്ടോമാറ്റിക് ഡോർ ഫീച്ചേഴ്സും മറ്റുള്ള ബട്ടൺ എല്ലാം തന്നെ ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റ് കൺട്രോൾ ബട്ടണും ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലക്ഷറി നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഐ ഡ്രൈവ് കൺട്രോളും ഡ്രൈവ് സെലക്ടറും എല്ലാം തന്നെ ഒരു ഗ്ലാസ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടോപ്പ് ആൻഡ് ഫീൽ നമുക്ക് 7 സീരീസിൽ കിട്ടുന്നുണ്ട്. എഗ്നോമിക്സ് എല്ലാം തന്നെ ഒരു BMW എഗ്നോമിക്സ് ആണ്. കാരണം ഡൈവേഴ്സ് സെൻട്രിക് ആയിട്ടുള്ള ഡാഷ് ബോർഡ്, പിന്നെ കുറച്ചുകൂടി നമ്മൾ കുക്കൂണായിട്ടിരിക്കുന്ന ഒരു ഓപ്പൺ ടൈപ്പ് അല്ല, കുറച്ച് ക്ലോസ് ടൈപ്പാണ്. അതാണ് BMWയുടെ ഒരു എലമെൻറ്റായി നിൽക്കുന്നത്. അതെല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ അട്രാക്റ്റീവായി നിൽക്കുന്ന ഫ്രണ്ടിൽ സീറ്റ് മസാജ് ലഭിക്കുന്നുണ്ട്, സീറ്റ് കൂളിംഗ് ലഭിക്കുന്നുണ്ട്. ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള സീറ്റാണ്. കുറച്ച്
വലിയൊരു ചങ്കി ആയിട്ടുള്ള സീറ്റാണ് ഫ്രണ്ടിലുള്ള. ആ സീറ്റിൻ്റെ സപ്പോർട്ടെല്ലാം തന്നെ നല്ലോണം ലഭിക്കുന്നുണ്ട്. കുറച്ചൊരു ഹാർഡ് സീറ്റാണ് കമ്പാരിറ്റീവ്ലി. പിന്നെ എല്ലാ സൈഡിലും നമുക്ക് ടച്ച് ചെയ്യുന്നുണ്ട് സീറ്റ്. എന്നാൽ ഹഗ്ഗിങ് നേച്ചർ കുറച്ച് കുറവാണ്. കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള സീറ്റാണ്. അതിപ്പോൾ നമ്മൾ സൈഡ് വാളെല്ലാം അഡ്ജസ്റ്റ് ചെയ്താലും അങ്ങനത്തെ ഒരു ഫീലാണ് ലഭിക്കുന്നത്. പിന്നെ നല്ല തൈ സപ്പോർട്ടെല്ലാം എൻ്റെ ഹൈറ്റിലുള്ളവർക്കുണ്ട്. പക്ഷേ അല്ലാതെ ഒരു തൈ സപ്പോർട്ട് കൂടുതൽ കിട്ടാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം എന്താ വെച്ചാൽ തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. ഇപ്പോൾ അഡ്രസ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കുമ്പോൾ നമ്മൾ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം അഡ്ജസ്റ്റ് ആവും. അങ്ങനെയാണ് സീറ്റ് ഉള്ളത്. ഉണ്ടോ, ബാക്കിലേക്കെല്ലാം പോവാം. ഈ ചെറിയ കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ട്. സാധാരണ മെർസിഡീസിലാണ് ഡോറിൽ ഈ സീറ്റ് കൺട്രോൾ വന്നിരുന്നത്. അത് BMW മടി കൂടാതെ അഡോപ്റ്റ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഇവിടെ തപ്പി കളിക്കുന്നതായിട്ട് നല്ല ഇത് തന്നെയാണ്. ആ തപ്പി കളിക്കാനുള്ള സ്പേസ് ഇപ്പം കിട്ടുന്നില്ല ഡോർ പാഡിൻ്റെയും അതുപോലെ തന്നെ സീറ്റിൻ്റെ ഇടയ്ക്ക്. കാരണം അത്രയ്ക്കും വലിയ സീറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ സ്പേസ് വൈസ് ആണ് കപ്പ് ഹോൾഡറും പിന്നെ ഇൻഡക്ഷൻ ചാർജിങ്ങും ഇവിടെയുള്ള ഗ്ലോ ബോക്സ് സ്പേസ് എല്ലാം ഉണ്ട്. പിന്നെ ഒരു കോംപ്ലിക്കേഷൻ ഉള്ളത് എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ആ ഗ്ലോ ബോക്സ് തുറക്കണമെങ്കിൽ സ്വിച്ച് നോക്കിയാൽ ബട്ടൺ നോക്കിയാൽ കാണില്ല, അത് ഇവിടെ വന്നിരിക്കും. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ BMW ആ പ്രാക്ടിക്കൽ എലമെൻറ്റ് മിസ്സിംഗ് ആണ്. അത് ഇന്നത്തെ കാലത്ത് സ്വിച്ചുകൾ ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അത് എല്ലാ ബ്രാൻഡിലും കാണാം. നമുക്ക് കുറച്ചുകൂടെ ഫിസിക്കൽ സ്വിച്ചസ് ഉണ്ടെങ്കിൽ നന്നാവും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ നോക്കാനുള്ളൂ. ഒന്ന് ഇതിൻ്റെ കംഫർട്ടും പിന്നുള്ള ഇൻഫർടൈൻമെൻറ്റ് ടെക്നോളജി അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം S ക്ലാസ്സിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇൻറ്റീരിയറിൽ ഒരു വെർട്ടിക്കൽ സ്ക്രീനാണുള്ളത്, 2 സ്ക്രീൻ ഓപ്ഷനാണുള്ളത്. 7 സീരീസ് നമുക്ക് ഫുള്ളി ഹൊറിസോണ്ടലായിട്ട് 2 സ്ക്രീൻ ഓപ്ഷനാണുള്ളത്. ഈ ഒരു സ്ക്രീൻ ഓപ്ഷൻ മെർസിഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തുടക്കമായിരുന്നു പുതിയ ഡിസൈൻ്റെ. അതിൻ്റെ ഹൈപ്പർ സ്ക്രീനും സൂപ്പർ സ്ക്രീനെല്ലാം വന്ന് അത് ഇതിൻ്റെ ഒരു എവല്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡിസൈൻ പാറ്റേൺ ആ ഒരു മെർസിഡീസിൻ്റെ ഫാമിലി ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിലുള്ള കുറച്ചുകൂടി ഗ്ലിസൺ ഗ്ലാമർ ഈ ഒരു വേരിയൻറ്റിൽ കുറവാണ്. ഇന്ത്യയിൽ വന്നിരുന്ന ഫസ്റ്റ് വന്ന എഡിഷൻ 1 കുറച്ചുകൂടിയും അപ്പർ ഫീൽ ഉണ്ടായിരുന്നു, അപ്പർ മാർക്കറ്റ് ഫീൽ. അത് 7 സീരീസിലെ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുണ്ട്. കാരണം ഒരു മാക്സിമം ലോഡഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇന്ത്യയിൽ 7 സീരീസ് കൊണ്ടുവന്നുള്ളത്. ഇത് കുറേ കൂടി സ്ട്രിപ്പ് ഡൗൺ ആയിട്ടാണ് തോന്നുന്നത്. ഓപ്പൺ പോർ വുഡാണുള്ളത്. അതേപോലെ തന്നെ അതിൽ ഫ്രണ്ടിൽ കുറേ ഫീച്ചേഴ്സ് കുറവാണ്. സീറ്റ് കൂളിങ്ങും മസാജൊന്നും വരുന്നില്ല. പിന്നെ ഇൻഫർടൈൻമെൻറ്റിൽ മെയിനായിട്ടുള്ള ഒന്ന് ബർമസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. ബർമസിൻ്റെ 4D സൗണ്ട് സിസ്റ്റം മുതലുള്ള സിസ്റ്റംസ് ഉണ്ട്, 3D സൗണ്ട് സിസ്റ്റം അല്ല, അതെല്ലാം തന്നെ ടോപ്പ് എൻഡ് ആണ്. BMW വന്ന സിസ്റ്റത്തിനേക്കാളും വേ ബെറ്ററാണ്. പക്ഷേ ഈ ഒരു വേരിയൻറ്റിൽ വന്നിരിക്കുന്നത് ബർമസിൻ്റെ കുറച്ച് ലോവർ എൻഡ് സെഗ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ ട്വിറ്ററിൻ്റെ ആ റൊട്ടേറ്റ് ചെയ്യുന്ന ട്വിറ്റർ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ പക്ഷേ സൗണ്ട് ക്വാളിറ്റി ഈസ് നോട്ട് ബാഡ്, എങ്കിലും കുറച്ചുകൂടിയും പ്രീമിയം ആവാമായിരുന്നു. പിന്നെ ഞാൻ കരുതിയിരുന്ന കുറേ സ്ക്രാച്ച് എലമെൻറ്റ്സ് എല്ലാം തോന്നിയിരുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ എല്ലാം തന്നെ ക്ലീൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന ലെതറേറ്റ് സീറ്റായിരുന്നു. ഈ പുതിയതിൽ ഇപ്പോൾ നാപ്പ ലെതർ വരുന്നുണ്ട്. അപ്പോൾ അതും കമ്പയർ ചെയ്യുമ്പം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കംഫർട്ട് മെർസിഡീസിൻ്റെ ആണ് കുറച്ചുകൂടിയും ബെറ്റർ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്. കാണുമ്പം കുറച്ചൊരു ലീനിയൻ്റ് ആയിട്ട് തോന്നുന്ന സീറ്റാണ്. നല്ല പ്ലഷി സീറ്റാണ്, നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ ഏറ്റവും സുഖം എനിക്ക് തോന്നുന്നത് മെർസിൻ്റെ സീറ്റാണ്. അത് മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സീറ്റ് പൊസിഷൻ ലഭിക്കും. ഏതൊരു ലക്ഷറി സിഡാൻ്റെയും ബാക്ക് സീറ്റിൻ്റെ ബോണസ് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവരും അറിയാം. അതിലേക്ക് പോകുമ്പം നമുക്ക് ഒരു കാര്യം വേണ്ടത് പ്രൈവസിയാണ്. പ്രൈവസീനെ പറ്റി പറയുമ്പം ഇങ്ങനത്തെ ബ്ലൈൻഡ്സ് വലിയൊരു എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ 7 സീരീസിൽ ഞാൻ കണ്ടെടുത്തോളം കുറേ കൂടെ തിക്കറാണ്, എസ്പെഷ്യലി ഈ റിയർ ബ്ലൈൻഡ്. അത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഡ്രോബാക്ക് ഉള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നിൽ കാണൂല, ലിറ്ററലി കാണൂല. അപ്പോൾ എനിക്ക് തോന്നി ഒരു ക്യാമറ മിറർ ആണെങ്കിൽ ബെറ്റർ ആയിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ ആ സംഗതി അങ്ങനെ ചെയ്യാനൊരു കാരണമുണ്ട്. ഈ സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഫുള്ള് ലൈറ്റ് കട്ട് ചെയ്യണം, എന്നാലേ സ്ക്രീൻ കാണാൻ മറ്റേ റിഫ്ലക്ഷൻ വരും. അതിനുവേണ്ടി ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് ഹാർഡായി പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അടിപൊളിയാണ്, കുറച്ചുകൂടി തിക്കറാണ്. അതുകൊണ്ട് നമുക്കൊരു കേർട്ടൺ ഇട്ട ഫീലാണ് ലഭിക്കുന്നത്. ആ പ്രൈവസി ശരിക്കും വലിയൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ സീറ്റാണ് ഞാൻ മറ്റൊരു കാര്യമുള്ളത്. ബാക്കിൽ ഇരിക്കുമ്പം അത് ഞാൻ മാക്സിമം മുന്നോട്ടൊക്കെ നമുക്ക് ബട്ടൺ നമുക്ക് ഇവിടുന്ന് സ്ക്രീൻ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ചെയ്ത് കഴിഞ്ഞിട്ടും ഈ ഒരു ബ്ലോക്ക് ആയതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു വ്യൂ നമുക്ക് ബ്ലോക്ക് ഇങ്ങനെയല്ല കാണും. ഇങ്ങനെയുള്ള വ്യൂ ബ്ലോക്ക് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ നമുക്ക് ഇത് താഴ്ച ഈ ഒരു സ്റ്റൈലിൽ ഇരിക്കാം. സ്റ്റൈലിൽ ഇരുന്ന് പോകുമ്പോഴേ ഫ്രണ്ട് വ്യൂ വരുന്നുള്ളൂ. അത് S ക്ലാസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു തടസ്സം വരുന്നത്. പക്ഷേ ഇരുന്ന് യാത്ര ചെയ്യാൻ നോർമൽ പൊസിഷനിൽ നല്ല കംഫർട്ടബിളാണ്. S ക്ലാസ്സിന് ഒരു തരം കംഫർട്ടാണെങ്കിൽ 7 സീരീസിന് വേറെ തരത്തിലുള്ള കംഫർട്ടാണ്. 7 സീരീസിൽ കുറച്ചുകൂടി നമുക്ക് ഇങ്ങനത്തെ റൈഡല്ല, ഇതിൽ ഇങ്ങനെ പോകുന്നുള്ള ആ ഒരു ഫീലുള്ള. പക്ഷേ അതിൽ തന്നെ ബേസിക്കലി ബാലൻസ് ചെയ്തിട്ട് റോഡിൻ്റെ ആൻഡുലേഷൻ അറിയാതെ പോകുന്നുണ്ട്. സീറ്റാണ് ഞാൻ പറഞ്ഞൊരു കുറച്ച് ഹാർഡ് സീറ്റാണ്. ഹാർഡ് സീറ്റിൻ്റെതായിട്ടുള്ള ഒരു കംഫർട്ട് ലഭിക്കുന്നുണ്ട്, നല്ല കാവിങ് കാര്യങ്ങളുണ്ട്. പക്ഷേ S ക്ലാസ്സിന് വരുന്നത് ഞങ്ങളൊരു ഫ്ലോട്ടിങ് ഫീൽ. ആ സാധനം S ക്ലാസ്സിൽ തന്നെയുള്ളൂ, 7 സീരീസിൽ വരുന്നില്ല. അപ്പോൾ ആ ഡിഫറൻസ് വലുതാണ്. അതിൽ തന്നെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. കാരണം ചില ആളുകൾക്ക് ഈ ഒലഞ്ഞു പോകുന്നത് ഇഷ്ടമല്ല, മോഷൻ സിക്നസ് ഉണ്ടാവാറുണ്ട്. എനിക്കറിയുന്ന എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടിനും ഉമ്മയ്ക്കെല്ലാം അവരുടെ വീട്ടിൽ S ക്ലാസ്സും എല്ലാം ഉണ്ടായ സമയത്ത് ഈ ഒരു മൂവ്മെൻറ്റ്
പുള്ളിക്കാരിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി അന്ന് തന്നെ ഇന്നോവയിലായിരുന്നു. ഫാമിലിയായിട്ട് പോകുമ്പോൾ ബാക്കിയുള്ളവരുടെ എസ് ക്ലാസ് വരും, പുള്ളിക്കാരി ഇന്നോവയിലെല്ലാം പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ റൈഡ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഈ കയറ്റി ഇറങ്ങി ഇറങ്ങി അത്രേ ഉള്ളൂ. എസ് ക്ലാസ്സിലാണെങ്കിൽ ആരും 2 എഫക്റ്റും കൂടെ കൂടുണ്ടാവും. അത് എൻജോയ് ചെയ്യണം, അല്ല ചിലർ എൻജോയ് ചെയ്യില്ല. എനിക്ക് ഇഷ്ടമാണ്, ഞാൻ പണ്ട് മുതലേ എൻജോയ് ചെയ്തിരുന്ന കാര്യമാണ്. ഇപ്പം 7 സീസിലാണെങ്കിൽ കയറി ഇറങ്ങി ഡൺ, പിന്നെ വേറെ ബിസിനസ്സൊന്നുമില്ല, കഴിഞ്ഞു. ആ രീതിയിലാണ്. ഇപ്പം രണ്ടും 2 എഫക്റ്റാണ് എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ റേസ് സീറ്റാണ്, റേസിൻ്റെ കംഫർട്ടിൽ. എസ് ക്ലാസ് ഒരു പടി കൂടെ എനിക്ക് തോന്നുന്നു ആ റിഫൈൻമെൻ്റ് എല്ലാം റിയറിന് പ്രത്യേകിച്ച് ചെയ്ത പോലെയാണ്. ഇതെല്ലാം കയറി ചാടിട്ടോ. പക്ഷേ നമുക്ക് എസ് ക്ലാസ്സിലാണ് എടുത്തിട്ട് കഴിഞ്ഞാലും 2 ആട്ടം തോന്നിട്ട് നമ്മൾ കംഫർട്ടബിൾ ആവും. ആ ഫീല് വ്യത്യാസമുണ്ട്. എനിവേ ഞാൻ വരികയാണെങ്കിൽ ആ റിഫൈൻമെൻ്റ് എല്ലാം ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെയാണ് 7 സീസിലെങ്കിൽ ആ സ്റ്റാൻഡേർഡ് തന്നെയാണ് എസ് ക്ലാസ്സിൽ. പക്ഷേ റിയറിൽ കുറച്ചുകൂടെ റിഫൈൻമെൻറ്റ് ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ഓടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ചെക്ക് ചെയ്യാം. പിന്നെ ഇൻ ടേംസ് ഓഫ് കംഫർട്ട് എന്ന് പറയുമ്പം ഈ റൈഡ് കംഫർട്ട്, AC കംഫർട്ട്, പിന്നെ നമുക്ക് ബാക്കിൽ ഒരുപാട് മസാജ് ഓപ്ഷൻ ഉണ്ട്. സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. അതും തന്നെ റിക്ലൈനേഷൻ ഞാൻ പറഞ്ഞ പോലെ എസ് ക്ലാസിൻ്റെ അത്ര വരുന്നില്ലെങ്കിൽ ചിലർക്ക് ഇത് മതിയാവും, ഈ പൊസിഷനായിരിക്കും ഇഷ്ടമുണ്ടാവും. അതെല്ലാം ഉണ്ട്. റൈഡ് എക്സ്പെർട്ടിൽ കുറച്ചുകൂടി സോഫ്റ്റ്വെയറിൽ ഫ്ലഷി ആക്കാം എന്ന് എനിക്ക് ഒരു അഭിപ്രായം തോന്നുന്നുണ്ട്. ബാക്കിയെല്ലാം കൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിന് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ 7 സീസിന് സാധിക്കുന്നുണ്ട്. ഇനി റിയറിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 3 കൊല്ലം പഴക്കമുള്ള വണ്ടിയാണെന്നുള്ള ഫീലൊന്നും തോന്നില്ല. ചില കാര്യങ്ങളിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഈ ഒരു സൗണ്ട് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടേക്കോ നമ്മൾ ചിലപ്പം ഒരു ഹമ്പ് ചാടില്ല, പ്രത്യേകിച്ച് നമ്മൾ റേസ് ചെയ്തുള്ള പൊസിഷനിൽ വണ്ടി ഹമ്പ് ചാടുക അല്ലെങ്കിൽ പെട്ടെന്നൊരു ബോട്ടുകൾ വരുമ്പോൾ ഒരു ടക്ക് എന്നുള്ളൊരു ഫീലുണ്ട്. ഫീലിനേക്കാളേറെ ഒരു ടക്ക് എന്നുള്ളൊരു സൗണ്ട് വരും. അത് നമ്മുടെ സസ്പെൻഷൻ്റെ കംഫർട്ടിനൊന്നും ബാധിക്കില്ല, പക്ഷെ നമുക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു ഇവിടെ കുത്ത് തോന്നും. അത് റേസ് ചെയ്ത് വെക്കുമ്പോൾ ഉള്ളതാണ് സസ്പെൻഷനിലുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് ചെറിയൊരു എഡ്ജും കൂടെ അവർ വിടണം. കാരണം നോർമലി ഇന്ത്യയിൽ കുറച്ച് റേസ് പൊസിഷനിലാണ് വണ്ടികൾ വരാറുള്ളത്. അപ്പോൾ സസ്പെൻഷൻ ഓൾറെഡി ഫുള്ളി സ്ട്രെച്ച്ഡ് ആയിരിക്കും. അപ്പോൾ അതിനുള്ള ചെറിയൊരു സ്പേസ് കൂടെ മെർസിഡീസ് ഇനിയുള്ള ഭാവിയിൽ കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. ബാക്കി ഇരിക്കുമ്പോൾ നമുക്കിപ്പോൾ നേരത്തെ കണ്ട പോലെ സ്ട്രെച്ചും കാര്യമെല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫുട്ട് റെസ്റ്റ് മാത്രം കുറച്ച് പുറത്തേക്ക് ചാടിയേക്കാൻ, ഫുള്ളി ഉള്ളോട്ട് പോകുന്നില്ല സീറ്റിങ്. ബാക്കി വേറെ ഒരു സംഗതിയിലും ഒരു മിസ്റ്റേക്ക് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാം തന്നെ ഇൻടാക്റ്റാണ്. ഈ പറഞ്ഞ പോലെ പുതിയ മോഡൽ സ്നാപ്പാല തുടങ്ങുന്നത് കുറച്ചുകൂടി സോഫ്റ്റ് ഫീലാണ് സീറ്റിനുണ്ടായിരുന്നത്. ഇത് മോശമൊന്നുമില്ല. ഈ ഒരു സ്റ്റിച്ചിങ് ഡിസൈനെല്ലാം തന്നെ ഒരു അപ്ഡേറ്റഡ് ആണുള്ളത്. മൊത്തത്തിലൊരു എടുത്ത് പറയത്തക്ക കംപ്ലയിൻസ് ഒന്നും ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ നമുക്ക് വേണ്ട ഫീച്ചേഴ്സുകളെല്ലാം ഉണ്ടെന്നാണ്. റിയറിലിരുന്ന് ട്രാവൽ ചെയ്യാന്നുള്ളത് എസ് ക്ലാസ്സിലൊരു മെയിൻ എലമെൻറ്റാണ്. അത് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഫാമിലിയിലാണെങ്കിലും എൻ്റെ എല്ലാം ബാക്കിലിരുത്തിയപ്പോൾ അവർ കൂടുതൽ ഇഷ്ടപ്പെട്ട ഫ്രണ്ടിലേക്കാളും ബാക്കിലിരിക്കുകയാണ്. ഫ്രണ്ടിലിരിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഫ്രണ്ടിലിരിക്കുകയാണ് ഞാൻ ഡ്രൈവ് ചെയ്യുക, അല്ലെങ്കിൽ എസ് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബാക്കിലിരിക്കുക ആണ് ഡ്രൈവ് ചെയ്യാത്തപ്പോൾ ഇഷ്ടം. അത് വളരെ കുറച്ച് കാറുകളിലാണ് എനിക്കത് ഫീൽ ചെയ്യാറുള്ളത്. ഒന്ന് എസ് ക്ലാസ് ആയിട്ട്. പുതിയ 7 സീരീസിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ 2 പവർ ട്രെയിൻ ഓപ്ഷൻസിലാണ് വരുന്നത്. ഒന്ന് ഇലക്ട്രിക് i7, മറ്റത് ഐസ് എഞ്ചിൻ. ഇന്ത്യയിൽ വന്നിരിക്കുന്നത് 740 L ആണ്. 740i. ഇപ്പം L ഉപയോഗിക്കുന്നില്ല, ലോങ് വീൽ ബേസ് മാത്രമായിരുന്നു, ഒറ്റ വീൽ ബേസ്. അപ്പം ഈ 740i എന്ന് പറയുന്നത് ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിനാണ്. കമ്പയർഡ് ടു എസ് ക്ലാസ് ഡീസൽ ഇന്ത്യയിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഡീസലിൻ്റെ ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ ഡീസലിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എസ് ക്ലാസ് മാത്രമേ ഓപ്ഷനുള്ളൂ. പെട്രോൾ ആണെങ്കിൽ നിങ്ങൾക്ക് എസ് ക്ലാസ്സിലും അതുപോലെ തന്നെ 7 സീരീസിലും ഓപ്ഷൻ ഉണ്ട്. എസ് ക്ലാസ്സിലാണെങ്കിലും ഇൻലൈൻ 6 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ തന്നെ വരുന്നത്. പക്ഷെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഡീസലാണ്. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് കമ്പാരിസൺ അല്ല ഞാൻ ചെയ്യുന്നത്. എന്നാലും പവർ ട്രെയിനിൻ്റെ കമ്പാരിസൺ ഞാൻ ഇവിടെ കാണിക്കാം. സോ ആദ്യത്തെ കാര്യം, നമുക്ക് ഡയറക്റ്റ്ലി കമ്പയർ ചെയ്യാൻ പറ്റുന്ന റിഫൈൻമെൻ്റ് ആണ്. ഡീസലും പെട്രോളും തമ്മിലുള്ള റിഫൈൻമെൻറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പെട്രോളാണ് എന്തായാലും ഒബ്വിയസ്ലി റിഫൈൻഡ് ആയിരിക്കാം. അപ്പം എസ് ക്ലാസിൻ്റെ ആ പെട്രോൾ വേരിയൻറ്റ് ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പെട്രോൾ വേരിയൻറ്റിൻ്റെ റിഫൈൻമെൻറ്റ് ലെവലും എനിക്കറിയാം. പക്ഷേ ഡിസ്ക്ലെയിമർ, ഞാൻ ആ പെട്രോൾ മോഡൽ ദുബായിലാണ് ഓടിച്ചത്. പെട്രോൾ മീൻസ് ഈക്വലൻ്റ് പെട്രോൾ മോഡൽ. അതുകൊണ്ട് ഇവിടുത്തെ ഒരു കണ്ടീഷനിലാണ് ഓടിച്ചത്. എന്നാലും റിഫൈൻമെൻറ്റ് ലെവലിൽ നോക്കുമ്പം രണ്ടും തന്നെ ഈക്വലാണ്. നമ്മളെ റോഡിൽ റൈഡിലാണ് റിഫൈൻമെൻറ്റ് ലെവലിൽ ശരിക്കും കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പം 7 സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നമ്മൾ ഡ്രൈവിംഗ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രീമിയം ലക്ഷറി സെഡാൻ ആണെങ്കിൽ ഇന്ന് കംഫർട്ടിന് ഓറിയൻറ്റ് ചെയ്തിട്ട് എസ് ക്ലാസ് സൈഡിലേക്ക് കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ഡിഫറൻസ് ഇപ്പോൾ ഇല്ല, മാർജിനൽ ഡിഫറൻസേ ഉള്ളൂ. ഇതും നല്ല റിഫൈൻഡ് ആണ്. പെട്രോൾ ആയിട്ടുള്ള റിഫൈൻമെൻറ്റ് ലെവൽ കൂടുതലാണ്. എൻജിൻ സൈഡിൽ കുറേ കൂടിയും റിഫൈൻമെൻറ്റ് ഫീലും. എന്നാലും എസ് ക്ലാസ്സിലെ റിഫൈൻമെൻറ്റ് എങ്ങനെയുണ്ട് നിങ്ങൾ എസ് ക്ലാസ്സിൽ കാണാം.
റൈഡിൽ നല്ല പ്ലഷി റൈഡാണ്. 20 ഇഞ്ചിൻ്റെ വീലാണെങ്കിലും പ്രൊഫൈലുള്ള ടയറാണ്. ബോഡി വലുതായതുകൊണ്ട് തന്നെ പ്രൊഫൈല് കൂട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് റൈഡും നല്ല കംഫർട്ടബിളാണ്. സ്റ്റിയറിംഗ് എല്ലാം സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡൈനാമിക്സ് പാർട്ടും നല്ലോണം BMW പോലെ ആണെങ്കിലും ആ ഒരു കംഫർട്ട് എലമെൻറ്റിലാണ് കൂടുതൽ എംഫസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒറ്റ വാക്കിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം എസ് ക്ലാസ് കുറേ കൂടെ BMW സൈഡിൽ ഡ്രൈവിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം എസ് ക്ലാസിൻ്റെ കോർ എലമെൻറ്റ് കംഫർട്ട് നിർത്തിയിട്ട് അവർ കുറേ കൂടിയും ഡ്രൈവബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ BMW അപ്പോൾ ഈ ചാർട്ടിൽ നേടി നോക്കുകയാണെങ്കിൽ എസ് ക്ലാസിനെ പോലെയല്ല, എസ് ക്ലാസിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. സോ ഡ്രൈവിംഗ് ഏരിയയിൽ ചെറിയ കോംപ്രമൈസേഷൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ വരാൻ. ആ ഒരു ഡിഫറൻസ് ആണ് മെയിൻലി ഉള്ളത്. പക്ഷേ അഗെയിൻ പഴയ സയൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആണ് പുതിയ സയൻസ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പേഴ്സണൽ ചോയ്സ് ആയിട്ട് വരും. നിങ്ങൾ ഓടിക്കുമ്പോൾ തന്നെ ആ ഡിഫറൻസ് മനസ്സിലാവും, നിങ്ങളെ ചോയ്സ് ഏതായിരിക്കും എന്നുള്ളത് അങ്ങനെ മനസ്സിലാവും. പിന്നെ എഫിഷ്യൻസിയാണ് മറ്റൊരു കാര്യം. എഫിഷ്യൻസി ഈ ഒരു കാറ് ഞാൻ കൊച്ചിയിൽ നിന്നും ഡ്രൈവ് ചെയ്ത് കാലിക്കറ്റിൽ വന്നായിരുന്നു. 7 km/ലിറ്റർ ആണ് നമുക്ക് ഇപ്പം ഉള്ള മൈലേജ്. കൊച്ചിയിൽ നിന്ന് ഓടിച്ചു വന്ന ഹൈവേ ഡ്രൈവും സിറ്റിയിലും എല്ലാം ഓടിച്ചിട്ട് കിട്ടിയിട്ടുള്ള മൈലേജ്. അപ്പം ആവറേജ് ഞാൻ 7 എടുക്കും. എസ് ക്ലാസ് ഡീസൽ ആയതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തായാലും ഇപ്പോൾ ഈ കമ്പാരിസണിൽ ഉണ്ടാവും. പക്ഷേ 7 ഈ ഒരു കാറിന് മോശം മൈലേജ് അല്ല. ആരാണെങ്കിലും അത്രയെല്ലാം തന്നെ പ്രതീക്ഷിക്കുള്ളൂ. ഈ ഒരു കാറ് വാങ്ങുന്ന പ്രൈസ് സെഗ്മെൻറ്റിലുള്ള ആൾക്കാർക്ക് വലിയ പ്രശ്നമായിരിക്കില്ല ഈ എഫിഷ്യൻസി. പിന്നുള്ളത് മെയിൻ്റനൻസ് കോസ്റ്റ്, റിലയബിലിറ്റി, ആ ഫാക്ടേഴ്സ് ഞാൻ വേറെ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എഫിഷ്യൻസി ഇതാണ്. ഈ എഫിഷ്യൻസിയിൽ നല്ല പവർ ട്രെയിൻ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോളിഡ് പവർ ട്രെയിനാണ്. നമുക്കിപ്പോൾ ഈ ഒരു സ്ട്രെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സാധാരണ ഒരു മോഡിൽ തന്നെ എത്ര വേഗം 80 എത്തി നിങ്ങൾ കണ്ടല്ലോ. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ടും വരുന്നുണ്ട്. അല്ലെങ്കിൽ എഞ്ചിൻ വളരെ ക്വയറ്റാണ്. സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം നോക്കുകയാണെങ്കിൽ ഇതെല്ലാം വളരെ ക്ലോസ് ആണ്. L2 ADAS ഫീച്ചേഴ്സ് എല്ലാം ഇതിലും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ എല്ലാം ഫങ്ഷനാലിറ്റി എല്ലാം വളരെ സിമിലർ തന്നെ. അതൊന്നും വലിയ മാർജിനൊന്നും ഇല്ല ഡിഫറൻസിൽ. അത് വർക്ക് ചെയ്യുന്ന പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അഡാസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കില്ല. അത് വെരി വെൽ ഡൺ ഇൻ 7 Series, സെയിം ഇൻ എസ് ക്ലാസ് ഓൾസോ. സേഫ്റ്റി ഫീച്ചേഴ്സ് വൈസ് ആണെങ്കിലും സിമിലർ തന്നെയാണ്. രണ്ടും തന്നെ 5 സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. ഞാൻ പറയുകയാണെങ്കിൽ സാധാരണ ഇങ്ങനത്തെ കാര്യത്തിലെല്ലാം ഈ രണ്ട് കോമ്പറ്റീറ്റേഴ്സും ഭയങ്കര ക്ലോസ് ആയിരിക്കും. കാരണം ഒരാൾ ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് വെക്കുക, മോസ്റ്റ് ഓഫ് ദ കേസ് എസ് ക്ലാസ് ആയിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. കാരണം എസ് ക്ലാസ് ആണ് ആ ജനറേഷൻ ആദ്യം വരാറുള്ളത്. അത് കഴിഞ്ഞ് അടുത്ത പുതിയ സയൻസസ് വരുമ്പോൾ തന്നെ ആ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം ഇതൊന്നും വലിയ മാർജിനൽ ഡിഫറൻസ് ഒന്നും ഇല്ല ഈ കാര്യത്തിൽ. രണ്ടുപേരും ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വണ്ടികളിൽ കാണാനും പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറയാറുണ്ടായിരുന്നു കുറേ ഡ്രൈവ് ചെയ്യുന്ന ആളാണ് 7 Series വാങ്ങാം, എസ് ക്ലാസ് വാങ്ങുന്നത് പിന്നിലിരിക്കുന്ന ആളാണെന്നല്ലോ. ഇന്നിപ്പോൾ ഇതിലെല്ലാം മാറ്റം വന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പം ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരും എസ് ക്ലാസ് വാങ്ങുന്നുണ്ട്, അതിന് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് 7 Series വാങ്ങിയിട്ടുള്ള ചില ആളുകൾ എനിക്കറിയാവുന്ന ബാക്ക് സീറ്റ് മാത്രം എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിന് മാത്രം ഈ കാറും വളർന്നുകൊണ്ടാണത്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ ചൂസിങ് ഫാക്ടേഴ്സ് കുറേ മാറി. മുമ്പുണ്ടായിരുന്ന പോലെ ഇന്നിപ്പോൾ ഇതിൻ്റെ ലുക്ക്, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രസൻസ്, പിന്നെ ഈ പറഞ്ഞ റിക്കേജ്, കംഫേർട്ട്, എലമെൻറ്റ്സ്, ഫീച്ചേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളിലായി ചൂസ് ചെയ്യുന്നത്. അതിപ്പം എസ് ക്ലാസ് കമ്പയർ ടു ഡയറക്ട്ലി 7 Series ആണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ വന്നിരിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ 7 Series ആണ് അതിൽ ലീഡ് ചെയ്യുന്നത്. ഒരുപാട് പ്രസൻസ് ഉള്ള എലമെൻറ്റ്സ് പുറത്ത് കാണാം. അതുപോലെ തന്നെ വലിപ്പം കൂടിയിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഇതുപോലെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് 7 Series. അത് ഞാൻ പറയുന്നത് മൈബാക്ക് എന്ന റേഞ്ചിലേക്ക് പോവാതെ തന്നെ 7 Series വരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇന്നിപ്പം 7 Series അധികം ആൾക്കാരും കമ്പയർ ചെയ്യൽ മൈബാക്ക് ആയിട്ടാണ്. മൈബാക്ക് എസ് ക്ലാസ്, മൈബാക്ക് 580 മതി, V12 ഇല്ലെങ്കിലും V8 വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കമ്പാരിസൺ മുമ്പത്തേക്കാൾ കുറച്ച് ഷിഫ്റ്റ് വന്നിട്ടുണ്ട് ഇന്ത്യയിൽ. പുറത്തുള്ള എസ് ക്ലാസ്സിൽ നമ്മൾ ലോഡിംഗ് ഉള്ള എസ് ക്ലാസ് കാണാം. അവർ മൈബാക്ക് പോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള എസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ഡയറക്റ്റ് കമ്പാരിസൺ അല്ല. ഇതെല്ലാം ഞാൻ പറയുമ്പോഴും നിങ്ങൾക്ക് നോക്കുമ്പോൾ രണ്ട് സൈഡിലും ത്രാസ് തൂങ്ങുന്ന കാണാൻ പറ്റും. ഈ ഡിഫറൻസ് വളരെ ഇങ്ങനെ നിൽക്കുന്ന ചെറിയ ഡിഫറൻസ് ആണ്. അതിൽ വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിഫറൻസ് വരുന്നത്. കുറച്ച് കാര്യങ്ങളിൽ വ്യക്തമാക്കി. ഈ പേഴ്സണലൈസ്ഡുള്ള കാര്യങ്ങളുടെ ഡിഫറൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആ വണ്ടി ടെസ്റ്റ് ചെയ്യണം. വാങ്ങാനുള്ള ഒരു കേസിലാണെങ്കിൽ അത് പേഴ്സണൽ ചോയ്സിൽ വരുന്ന ചേഞ്ചസ്. അതല്ല നിങ്ങളൊരു വ്യൂവർ എന്ന രീതിയിലാണെങ്കിൽ ഞാൻ പറയുന്ന എലമെൻറ്റ്സ് നിങ്ങൾ ആരാണ് ചൂസ് ചെയ്യുന്ന വിന്നറായിട്ടെന്നുള്ളത് നമ്മൾ കമൻറ്റിൽ പറയും. ഓക്കെ, അത് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരാണ്. ഇതിലെ വിന്നറെ നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഏറ്റവും അധികം വോട്ടിരിക്കുന്ന ആരാണോ അവരാണ് വിന്നർ. ഓക്കെ, സോ ഇന്നത്തെ ഈ കമ്പാരിസൺ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വേറെ ഏത് വണ്ടികളാണ് കമ്പാരിസൺ ചെയ്ത് കാണേണ്ടതെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക കമൻറ്റിൽ. നമ്മൾ കൊണ്ടുവരാൻ ട്രൈ ചെയ്യാം.
എന്തായാലും ഇന്ന് ഈ 7 സീരീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എസ് ക്ലാസ് ഓടിച്ചിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കിതെല്ലാം കിട്ടാൻ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അപ്പോൾ അത് ആ മൊമെൻറ്റിൽ ഞാൻ അത് എൻഡ് ചെയ്യാണ്. ആ സന്തോഷം നിങ്ങളിലും പകരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നമ്മൾ കാണാൻ. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വെല്ലിംഗ്.